വെൽക്കം ടു ഡു സുമി വേ. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഒരു ടൊമാറ്റോ ചട്നിയാണ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. ഇത് നമുക്ക് ദോശയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ ഉണ്ടാക്കാം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചപ്പാത്തിയുടെ കൂടെയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ കാണുക. റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ട്രൈ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ ഇതിന് വേണ്ടി എടുക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സവാള അരിഞ്ഞത്, 2 ടൊമാറ്റോ അരിഞ്ഞത്, 1 ടീസ്പൂൺ മല്ലി, 1/2 ടീസ്പൂൺ കുരുമുളക്, 1/2 ടീസ്പൂൺ ജീരകം, 1 ടീസ്പൂൺ കടുക്. ഇനി ഇതെല്ലാം കൂടി ഒന്നിച്ച് തന്നെ ഒരു മിക്സറിൻ്റെ ജാറിലേക്ക് മാറ്റിയിട്ട് നമുക്ക് അരച്ചെടുക്കാം. വലിയ ജാറാണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നിച്ച് തന്നെ അരച്ചെടുക്കാം. ഇപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്നത് ചെറിയ ജാറാണ്, അത് കാരണം ഞാൻ 2 പ്രാവശ്യമായിട്ടാണ് അരച്ചെടുക്കുന്നത്. വലിയ ജാറാണെങ്കിൽ ഒന്നിച്ച് തന്നെ ഒരു അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതാ ചട്നിക്ക് വേണ്ടിയിട്ടുള്ള അരപ്പ് റെഡി ആയിട്ടുണ്ട്. 2 പ്രാവശ്യമായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് മുഴുവൻ. ഇനി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. 2 പ്രാവശ്യമായിട്ട് അരച്ചുകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി അടുത്തതായിട്ട് ഒരു ചീനച്ചട്ടി ചൂടാക്കാം. ചീനച്ചട്ടി നന്നായിട്ട് ചൂടാവുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടിയതിന് ശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇല എടുത്ത് വെച്ചെടുക്കുന്നത് ഇട്ട് കൊടുക്കുക. കറിവേപ്പിൻ്റെ ഇല ഫ്രൈ ആയി വരുമ്പോൾ അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിറക്കണ ചട്നിയുടെ അരപ്പ് ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് എല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് ഇളക്കുക. നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇനി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുക. ഇനി ഒരു 1/4 ടീസ്പൂൺ റെഡ് ചില്ലി പൗഡർ ആഡ് ചെയ്യുക. കാശ്മീരി റെഡ് ചില്ലി പൗഡറാണ് ആഡ് ചെയ്തേക്കണേ. സാധാരണ മുളക് പൊടി ആയാലും മതി, ഞാൻ ഇതാണ് യൂസ് ചെയ്യാറ്. ഇനി 1 ടീസ്പൂൺ ഗരം മസാല പൊടി ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. ഇനി ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 3-4 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് വീണ്ടും അടച്ചു വെച്ചിട്ട് വേവിക്കാം. ചട്നിയിലുള്ള വെള്ളം വറ്റുമ്പോൾ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. ഇതാ ഇത്രേ വേണ്ടുള്ളൂ. നമ്മുടെ ചട്നി, ടൊമാറ്റോ ചട്നി റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ എത്ര പെട്ടെന്നാണ് നമ്മൾ ഈ റെസിപ്പി ഉണ്ടാക്കിയതെന്ന്. ഇതാ റെഡിയായി നമ്മുടെ ചട്നി. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ ഇതാ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം.